എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു മിനി ലഞ്ച് റെസിപ്പിയാണ്. ഒരു 45 മിനിറ്റ് കൊണ്ടൊക്കെ 3 തരം നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ അതിൽ കുറുക്കുകാളൻ, അവിയൽ കുഴഞ്ഞു പോവാതെ ഉണ്ടാക്കാം. പിന്നെ നമ്മൾ സാധാരണ സാമ്പാർ എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കുകയാണ് പതിവ്. അപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന നല്ലൊരു സാമ്പാർ റെസിപ്പി. പിന്നെ കൂടെ ഉണ്ടായിരുന്നത് അച്ചാർ, പപ്പടം, പിന്നെ രസമാണ് ഉണ്ടായിരുന്നത്. കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോറ് കുക്കറിൽ കുഴയാതെ വെക്കുന്നത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 ലിറ്ററിൻ്റെ കുക്കറിൽ ഞാനിവിടെ ഒരു 2.25 കപ്പോളം അരി എടുത്തിട്ട് ആദ്യം വെള്ളം ഒഴിച്ച് 15 മിനിറ്റ് കുതിർത്ത് വെക്കുകയാണ് പതിവ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അരി വെക്കുന്നത്. പിന്നെ ഒരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട്. കുറേ പേർക്കൊക്കെ അറിയുന്ന പ്രോഡക്റ്റ് ആയിരിക്കാം. ഞാൻ ഈ ഇടയായിട്ടാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അതിനെപ്പറ്റിയും പറയാം. പിന്നെ സാമ്പാറിന് വേണ്ട പരിപ്പ് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കഴുകി കുക്കറിൽ വേവിക്കുമ്പോൾ ഞാൻ ഉപ്പിട്ട് തന്നെയാണ് വേവിക്കാറുള്ളത്. ഉപ്പിട്ട് പരിപ്പ് വേവിക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പരിപ്പ് തിളച്ച് തൂവി പോവാതിരിക്കാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, കറിവേപ്പില, 1.5 കപ്പ് വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നവരെ വേവിച്ച് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി സാമ്പാറിനുള്ള വാളംപുളി കുതിർത്ത് വയ്ക്കണം. ഒരു നെല്ലിക്ക വലിപ്പത്തിനേക്കാളും കുറച്ചും കൂടെ വലിപ്പത്തിൽ പുളിയെടുത്ത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് കുതിർത്ത് വയ്ക്കാം. ഇനി സാമ്പാറിനുള്ള വെജിറ്റബിൾസ്: കുമ്പളങ്ങ, വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, മത്തങ്ങ, പിന്നെ ഒരു സവാള, പച്ചമുളക്, കറിവേപ്പില. മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്ക ഒഴികെ ബാക്കി എല്ലാ വെജിറ്റബിൾസും വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വയ്ക്കാം. മൺചട്ടിയിൽ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും തക്കാളിയും കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അരി കഴുകിയെടുത്ത് കുക്കറിൻ്റെ 3/4 ഭാഗത്തോളം വെള്ളം നിറച്ച് ഗ്യാസിൽ കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇവിടെ വെജിറ്റബിൾസ് വേവിക്കാൻ വെച്ചത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുരിങ്ങയ്ക്ക കട്ട് ചെയ്തതും വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും ഇട്ട് കൊടുക്കാം. തുടക്കത്തിൽ മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്ക ഇട്ട് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോവും. അതുകൊണ്ടാണ് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇട്ട് ഒരു തിള വന്നതിന് ശേഷം മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കയും ചേർത്തത്. വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇനി സാമ്പാർ ഉണ്ടാക്കാൻ ഒരു മസാല ഉണ്ടാക്കാം. ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഉലുവ, കറിവേപ്പില, പിന്നെ ഒരു സവാള ചോപ്പ് ചെയ്തത്, 10 ചെറിയുള്ളി സ്ലൈസ് ചെയ്തെടുത്തത്, നന്നായിട്ട് ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. സാമ്പാർ ഇവിടെ പൊടിപ്പിച്ച പൊടി തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പകുതി തക്കാളിയും കൂടെ ചേർത്ത് നമുക്കിതിലേക്ക് തക്കാളി കൂടുതൽ ഇപ്പോൾ വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പുളിവെള്ളം ചേർത്തിട്ട് വേവിക്കാം. കുതിർത്ത് വെച്ച പുളി ഒന്ന് പിഴിഞ്ഞെടുത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിനിടയിൽ കുക്കറിൽ ആവി വരുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി പുളിവെള്ളത്തിൻ്റെ കൂടെ ആ പുളി ഒന്നും കൂടെ പിഴിഞ്ഞെടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഈ തക്കാളി ഒന്ന് വെന്തുടയണം. അതുപോലെ നമ്മൾ ആ സാമ്പാർ പൊടി ചേർത്തതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് പോകണം. അത്രയും വരെ ഒന്ന് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാവും. ഇനി മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് സാമ്പാർ വേവിച്ച പീസിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്യാനുള്ളതാണ്. ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മൾ കുക്കറിൽ വെയിറ്റ് ഇട്ടതിൽ വിസിൽ വന്നു. മട്ട വടി അരിയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് വേവുണ്ട്. വിസിൽ വന്നതിന് ശേഷം 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചിട്ടാണ് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുന്നത്. പുതിയ കുക്കറാണെങ്കിൽ ഒരു വിസിൽ വരുന്നതിന് മുമ്പായിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടുണ്ട്. മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്കൊക്കെ പാകത്തിന് വെന്തു. നമ്മൾ ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഗ്രേവി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർക്കരുത്, തിളപ്പിച്ച വെള്ളം ചേർത്താൽ മതി. ഞാനിവിടെ പകുതി തക്കാളി വഴറ്റാനായിട്ട് എടുത്ത് ബാക്കി പകുതി തക്കാളി ഉണ്ടായിരുന്നു. അതും കൂടെ ഇട്ട് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച ആ സാമ്പാറിൻ്റെ മസാലക്കൂട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ ഇട്ട് ഇളക്കരുത്. മുരിങ്ങക്കായ, വെണ്ടയ്ക്കൊക്കെ ഉടഞ്ഞു പോയ സാമ്പാറിൻ്റെ ഒരു ഭംഗി പോവും. ഒന്ന് ഇളക്കിയെടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കി വെക്കുക. കുറച്ച് ഉപ്പ് കുറവുണ്ട്. നല്ല പെർഫെക്റ്റ് സാമ്പാറുണ്ട്. ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു 1/2 ടീസ്പൂൺ ശർക്കര പൊടിയാണ് ചേർത്തത്. മത്തങ്ങ ഇട്ടതുകൊണ്ട് ശർക്കരയുടെ അളവ് കുറവ് ചേർത്താൽ മതിയാവും.
വളരെ കുറച്ച് മാത്രമേ ശർക്കര ചേർത്തുള്ളൂ. ഇനി നമുക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് കായം പൊടി ചേർത്തിട്ടുണ്ട്. ഇനി വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സാമ്പാറിലേക്ക് താളിച്ചൊഴിക്കാം. ഇങ്ങനെ താളിച്ചൊഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഈ സാമ്പാർ അടച്ചു വെച്ചാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുള്ള പീസസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അളവുകളൊക്കെ എല്ലാത്തിൻ്റെയും സൈഡ് ക്യാപ്ഷനായിട്ട് കൊടുത്തേക്കാം. നമ്മൾ കായയും ചേനയൊക്കെ അരിയണേലും തൊട്ട് മുമ്പായിട്ട് കയ്യിൽ ഇതുപോലെ വെളിച്ചെണ്ണ പുരട്ടി കട്ട് ചെയ്യുകയാണെങ്കിൽ കായയുടെ കറ കയ്യിൽ പിടിക്കില്ല. അതുപോലെ ചേന കട്ട് ചെയ്യുമ്പോൾ കൈ ചൊറിയില്ല. അപ്പോൾ എപ്പോഴും ഞാൻ ചെയ്യാറുള്ളൊരു ടിപ്പാണ്. അപ്പോൾ അവിയലിന് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാ പീസുകളും ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക, തീപ്പെട്ടിക്കൊള്ളി പോലെ ചെറിയ നീളത്തിലാണ് അരിഞ്ഞെടുക്കുക. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഞാൻ അറിയാത്തവർക്കായിട്ടൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാ പീസുകളും ഇതുപോലെ അരിഞ്ഞ് ഞാനിവിടെ കുറച്ച് ഉപ്പിട്ട വെള്ളത്തിലാണ് കായ കഴുകിയെടുക്കുന്നത്. അപ്പോൾ എല്ലാ പീസുകളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അവിയൽ വയ്ക്കാനുള്ള പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുകയാണ്. 2 പച്ചമുളകും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, എല്ലാം കൂടെ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മീഡിയം ലോ ഫ്ലെയിമിലായിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അവിയലിനുള്ള അരപ്പിനായിട്ട് തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം. ഈ അരപ്പ് പല സൈഡുകളിലേക്കും പല തരത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു അരപ്പാണ് ചേർക്കാറുള്ളത്. അതൊന്ന് ചതച്ചെടുത്താൽ മതി. തേങ്ങ കൂടുതൽ അരഞ്ഞു പോകരുത്. അപ്പോൾ ഒരു 7 മിനിറ്റ് കൊണ്ടൊക്കെ ഇവിടെ വെജിറ്റബിൾസ് വെന്ത് കിട്ടി. ഇപ്പോൾ ചേനയൊക്കെ പെട്ടെന്ന് വേവും. പറിച്ച ഉടനെ ആവുമ്പോൾ ചേന വേഗം വെന്ത് കിട്ടും. നന്നായി വെന്തതിന് ശേഷം ഇതിലേക്ക് ഞാനിവിടെ ഒരുവിധം പുളിയുള്ള തൈരാണ് എടുത്ത് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാത്ത വിധത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി ചതച്ചെടുത്ത ആ തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തേങ്ങ ചതച്ചെടുക്കാൻ പാടുള്ളൂ. മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. തേങ്ങയും കൂടെ ചേർത്ത് കഷ്ണങ്ങൾ കൂടുതൽ ഉടഞ്ഞു പോവാത്ത വിധത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഇതിൽ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പുവെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവിയലിന് നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് അവിയലിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വീട്ടിൽ അമ്മച്ചി സാധാരണ അവിയൽ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മേലെ ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ വെക്കും. എന്നിട്ടാണ് അടച്ച് വെക്കാറുള്ളത്. വിളമ്പുന്നതിന് തൊട്ട് മുമ്പ് കറിവേപ്പിലയുടെ തണ്ട് എടുത്ത് മാറ്റും, നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട്. അടുത്തത് നമുക്ക് കുറുക്ക് കാളൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു കായയും ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. കായയുടെ തൊലി ഇതുപോലെ പൊളിച്ചെടുക്കണം. എന്നിട്ട് കായയും ചേനയും കുറച്ച് വലിയ പീസുകളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കായയും ചേനയും അരിയണതിന് മുമ്പും പ്രത്യേകം ശ്രദ്ധിക്കുക, കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വേണം അരിയാനായിട്ട്. ചേനയും ഇതുപോലെ തന്നെ കുറച്ച് വലിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കഴുകി ഞാൻ കുറുക്ക് കാളൻ ഇപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് കഷ്ണങ്ങൾ. അപ്പോൾ കുക്കറിലേക്ക് കഴുകി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് വെള്ളത്തിലാണ് കഴുകിയിട്ടത്. അപ്പോൾ നമുക്ക് അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ ചേന ഉപയോഗിക്കുമ്പോൾ കൈ ചൊറിയില്ല. ഇനി മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ്, കറിവേപ്പില. ഇതിലേക്ക് പാകത്തിന് വേവാൻ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ വെള്ളം വറ്റിക്കേണ്ടി വരും. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വേവിച്ചു. അപ്പോഴേക്കും കായയും ചേനയൊക്കെ നന്നായി വെന്ത് കിട്ടി. പെട്ടെന്ന് വേവുന്ന ചേന ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ പറിച്ച ഉടനെയുള്ള ചേനയാണ് കടകളിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ തന്നെ ചേനയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറുക്ക് കാളിൻ്റെ സ്പെഷ്യൽ ഫ്ലേവർ കിട്ടാൻ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരുവിധം നല്ല പുളിയുള്ള തൈര് ഒരു 1.5 കപ്പ് ചേർക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും പുളിയുടെ അളവ് വ്യത്യാസം ഉണ്ടാവും. എനിക്ക് ഒരുവിധം പുളിയുള്ളതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ 1.5 കപ്പ് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു 1/4 കപ്പും കൂടെ ചേർക്കാം. ഈ തൈര് ഈ കറിയിൽ കിടന്നൊന്ന് തിളച്ച് വറ്റണം, ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും നമുക്ക് അരപ്പ് അരച്ചെടുക്കാം. തേങ്ങ, പച്ചമുളക്, ജീരകം. നമ്മുടെ ഇവിടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് കുറച്ച് നേരമായി, അരമണിക്കൂറായി ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ചോറ് നമുക്ക് വെന്തോന്ന് നോക്കാം. ചോറ് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഹീറ്ററിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച് ഇതിലൊഴിച്ച് ഒന്ന് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചോ കയ്യിൽ വെച്ചോ ഒന്ന് ഇളക്കി കൊടുക്കാം.
അടിഭാഗമൊക്കെ കട്ട പിടിച്ചിരിക്കാതിരിക്കാനായിട്ട്. വീണ്ടും അടച്ച് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. വീണ്ടും കുക്കറിൻ്റെ ആവി വന്നിട്ട് വേണം ചോറ് വാർത്തെടുക്കാനായിട്ട്. അപ്പോൾ കുറുക്കുകാളിൻ്റെ തൈര് ചേർത്തിട്ട് ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ, ജീരകം, പച്ചമുളക് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചത് വെള്ളം ചേർത്തിട്ടാണ് അരച്ചത്. അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പ് ചേർത്തിട്ടും ഒന്ന് തിള വരുന്നവരെ നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ കുക്കറിൻ്റെ ആവി വന്നു. നമുക്ക് അടപ്പ് വെച്ച് വാർത്തെടുക്കാം. അടപ്പ് വെച്ചിട്ട് ഞാൻ 2 സൈഡിലും ഓരോ ക്ലിപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പുതിയ പ്രോഡക്റ്റ് കാണിക്കുന്നുണ്ടെന്ന്. ചോറ് വാർത്തെടുക്കാനായിട്ട് പുതുതായിട്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ എനിക്ക് ഈ പ്രോഡക്റ്റ് നല്ലതായിട്ട് തോന്നി. ഇതൊരു പ്രൊമോഷനൊന്നുമല്ല. ഇതിൻ്റെ ആകെ ഒരു പോരായ്മ, നമുക്കിത് സിങ്കിൽ വെച്ചിട്ട് മാത്രമേ ഇത് ഇങ്ങനെ ഡ്രെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് കഞ്ഞിവെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് പകർത്തിയെടുത്തു. അത് മാറ്റി വെച്ചിട്ട് കുക്കർ ഈ സ്റ്റാൻഡിലേക്ക് വെക്കുകയാണ്. ഏത് വലിപ്പത്തിലുള്ള കുക്കറും ഇതിൽ വെച്ച് വാർത്തെടുക്കാം. കുക്കറെന്ന് മാത്രമല്ല, സ്റ്റീൽ പാത്രം ഏത് വലിപ്പത്തിലുള്ളതായാലും നമുക്ക് ചോറ് ഇതിൽ വെച്ച് വാർത്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് തിളച്ച വെള്ളമാണല്ലോ പൈപ്പിൽ കൂടെ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ സിങ്കിൽ എപ്പോഴും ഒരു ടാപ്പ് കുറച്ച് നേരം ഒന്ന് തുറന്നിടാറുണ്ട്, അല്ലെങ്കിൽ പൈപ്പ് ഉരുകി പോകുമല്ലോ. നമ്മുടെ കുറുക്കുകാളൻ ഒരു അരപ്പൊഴിച്ചതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് തിളച്ചു. ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് കുറവുണ്ട്. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അരപ്പ് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് മാത്രം തിളച്ചാൽ മതി. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് നെയ്യുടെ സ്വാദ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഇപ്പോൾ ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ആദ്യം ചേർത്തുകൊണ്ട് വേറെ ചേർക്കുന്നില്ല. കുറുക്കുകാളൻ ഒരു ചെറിയ കലത്തിലേക്ക് പകർത്തി വയ്ക്കുകയാണ്. പകർത്തി വയ്ക്കണ പാത്രങ്ങളൊക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രമാവാൻ ശ്രദ്ധിക്കുക. അങ്ങനെ പകർത്തി വയ്ക്കുകയാണെങ്കിൽ കുറുക്കുകാളൻ ഒട്ടും കേടാവാതെ ഒരു 2-3 ദിവസമൊക്കെ ഇരിക്കും. താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി കടുകിട്ട് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് താളിച്ച് നമുക്ക് പകർത്തി വെച്ചിരിക്കുന്ന ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ താളിച്ചൊഴിക്കുമ്പോൾ ഏത് കറിയാണെങ്കിലും എനിക്ക് കുറച്ച് നേരം അടച്ച് വെക്കണമെന്നാണ് ഇഷ്ടം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഈ കുറുക്കുകാളന് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം, കുറുക്കുകാളൻ നല്ല കട്ടിയായിട്ടാണല്ലോ ഇരിക്കേണ്ടത്. അപ്പോൾ തേങ്ങ ചേർക്കുമ്പോൾ തേങ്ങയുടെ അളവ് കുറവാണ് കയ്യിൽ ഉള്ളതെങ്കിൽ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ തേങ്ങയുടെ കൂടെ 1 ടീസ്പൂൺ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് അരച്ച് കറിയിൽ ചേർത്ത് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ കുറുക്കുകാളൻ നല്ല കട്ടിയിലിരിക്കും. കുറുക്കുകാളൻ എപ്പോഴും നമ്മൾ സദ്യയിൽ ഇലയിൽ വിളമ്പുമ്പോൾ ഒട്ടും ഒലിച്ച് വരരുത്, കട്ടയായിട്ട് തന്നെ ഇരിക്കണം എന്നാണ് സാധാരണ പറയുക. ചോറ് വാർത്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോറിൽ നിന്ന് വെള്ളമൊക്കെ നന്നായി പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് ചോറ് തുറന്ന് നോക്കാം. ചോറ് എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ ക്ലിപ്പ് മാറ്റിയിട്ട് നോക്കാം. ഇതുപോലെ നമ്മൾ അരി വാർത്തെടുക്കുമ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടാവും. ഒന്നും തൊടാത്ത നല്ല ചോറ് കിട്ടും. നമ്മൾ അരി എപ്പോഴും ഊറ്റിയെടുക്കുന്നതിനേലും നല്ലത് ഇതുപോലെ ചോറ് വാർത്തെടുക്കുമ്പോഴാണ്. ഒന്നും തൊടാത്ത നല്ല ചോറായിട്ട് കിട്ടും. ഈ ചോറ് കൂടുതൽ സമയം ഇരിക്കുകയാണെങ്കിലും നമ്മൾ മറ്റേ ഊറ്റിയെടുക്കുന്നതിനേക്കാളും കൂടുതൽ സമയം കേടുകൂടാതിരിക്കും. ഇനി നമുക്ക് ചോറിലേക്ക് കാളൻ വിളമ്പുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് ഈ കറിക്ക്. ഇനി നമുക്ക് അവിയൽ വിളമ്പാം. അവിയലിൽ ആ തണ്ടോടെയുള്ള വേപ്പില മാറ്റിയിട്ട് വിളമ്പി കൊടുക്കാം. ഇനി സാമ്പാർ വിളമ്പാം. ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. നമ്മളെപ്പോഴും കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ ഇത്രയും രുചി കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ഉള്ളത് 1 വർഷം വരെ കേടുകൂടാതിരിക്കുന്ന മാങ്ങാച്ചാറും പപ്പടവും. പിന്നെ രസം ഉണ്ടായിരുന്നു. രസം ഞാൻ വെക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ രസത്തിൻ്റെ ഷോർട്ട് വീഡിയോയും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തേക്കാം, അച്ചാറിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്